കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പുതോട്ടം കട്ടെടുത്തതാരാണ്? ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത കഥാവശേഷൻ എന്ന ചിത്രത്തിൽ ആസ്വാദക ഹൃദയം കവർന്ന ഈ ഗാനം പാടിയത് വിദ്യാധരൻ മാസ്റ്ററാണ്. എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഈ ഭാവഗാനം അതിൻ്റെ വൈകാരികതയിൽ തന്നെ പാടാൻ മാസ്റ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുമ്പിടിൽ വിളമ്പിയ പൈമ്പാലം ഓർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. ഞാൻ പാട്ടുകാരായിട്ട് ജനം അംഗീകരിച്ച ഒരു പാട്ട്, കുറേ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഭയങ്കര ഹിറ്റാക്കി എന്നെ പാട്ടുകാരനായിട്ട് അംഗീകരിച്ചു എന്ന് പറയാം. എന്ന് ആ രീതിയിൽ വന്ന് പാടണം നമ്മുടെ എം ജയചന്ദ്രൻ്റെ കുട്ടൻ്റെ. അവനത് എന്താ കാരണം അറിയാം, ഈ പാട്ട് ഇങ്ങനെ വരാണ്ടായതിൻ്റെ കാരണം തന്നെ ടി വി ചന്ദ്രൻ്റെ പടാം. അപ്പോൾ അതിലൊരു പാട്ട് ഇന്ദ്രൻസ് പാടുന്നത് വേണം സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ അതാര് പാടുന്ന ആലോചിച്ചപ്പോൾ ഇവിടെ ആരൊക്കെയോ സംസാരിച്ചപ്പോൾ ഞാൻ പാടിയത് നന്നാവുന്നൊരു അഭിപ്രായം ആരോ പറഞ്ഞു. അത് എന്താണ് ആരാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുട്ടൻ എന്നെ വിളിക്കുക, ഞാൻ കുട്ടനാ വിളിക്കുക, പക്ഷേ എനിക്കൊരു പാട്ട് പാടി തരണം സിനിമയ്ക്ക് വേണ്ടി. ഞാനോ ചോദിച്ചു. ആ മാഷ് പാടണം. അതെ ഞാൻ പാടിയാൽ മതി, ഇങ്ങനെ ശരി എപ്പോൾ വേണമെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് SS സ്റ്റുഡിയോയിൽ ചെന്നു. ഈ പാട്ട് എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ പാടി. 3/4 മണിക്കൂറിനുള്ളിൽ പാട്ട് പാടി കഴിഞ്ഞ് പോന്നു. ആ പാട്ട് 4 വരി ജയേട്ടനെ പാടുന്നു, നമ്മുടെ ഭാവഗായക ജയേട്ടൻ. 8 വരി പാട്ടുകൾ ഞാനാ പാടിയത്, മേജർ പോർഷൻ. അത് ജനം സ്വീകരിച്ചു, ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ്. എന്തായാലും എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞിട്ടുണ്ട്, ദേവരായ മാഷേ, എടാ വിദ്യാധര, ശബ്ദം 2ാം സ്ഥാന, ശബ്ദമല്ല പ്രധാനം, ശബ്ദം സെക്കൻഡറിയാ. പാട്ടെന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെ പാടണം, എന്താണ് പാട്ട് എന്നുള്ള വകതിരിവോടുകൂടി പാട്ട് പാടാൻ ശ്രമിച്ചാൽ ജനം സ്വീകരിക്കും. ശബ്ദം കേൾക്കാൻ കൊള്ളാമെന്നൊരു ശബ്ദം ഉണ്ടായാൽ കൊള്ളാം എന്നാണ് മാഷ് പറഞ്ഞത്. അത് 100% ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് ഈ ഒരു പാട്ടുകൊണ്ടാണ്. സത്യത്തിൽ ഭാവഗായക ചേട്ടൻ്റെ ശബ്ദം എന്തൊരു മനോഹരമായ ശബ്ദമാണ്. അദ്ദേഹം 4 വരി പാടിയിട്ടുണ്ട്. ഞാൻ 8 വരി പാടിയാൽ ജനങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതും ഏറ്റവും താല്പര്യപ്പതാ. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ദ്രൻസ് പാടുന്നതായിട്ട് പറയുന്നുണ്ട് പലരും. ഇന്ദ്രൻസ് പാട്ട് പാടിയാൽ ഈ രാജ്യം നിൽക്കില്ല. അവൻ പാവം, അവനല്ലാന്നുള്ളത് വ്യക്തമായിട്ട് പിന്നീട് ജനങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോഴും കുറേ ആൾക്കാർ സത്യം മനസ്സിലാക്കാണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനൊരു പാട്ട് കുട്ടനെ പിന്നെ ഈ പാട്ട് ഇങ്ങനെ ഉണ്ടാവേണ്ട കാരണം പറയാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ ഇത് ഉണ്ടാക്കുമ്പോൾ ജയചന്ദ്രൻ എന്നെ വളരെ കാലം മുൻപ് അറിയാം. എൻ്റെ ടാലൻറ്റും അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ശബ്ദത്തിൻ്റെ നിലവാരവും പാടുന്ന വിഷയവും എങ്ങനെയായിരിക്കുന്നതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു. പിന്നെ നല്ല മിടുമിടുക്കനായിട്ടുള്ള കമ്പോസറല്ലേ അദ്ദേഹം എം ചന്ദ്രൻ. അവന് ഈ കാര്യങ്ങൾ നല്ലോണം അറിയുന്ന ഒരാളാണ്. സാഹിത്യപരമായിട്ടും ഇന്നത്തെ ടെക്നോളജിയും നന്നായിട്ട് അറിയും. അങ്ങനെ ഒരു വിദ്വാനിത് ചെയ്തപ്പോഴാണ് എനിക്ക് പറ്റിയ തരത്തിലുള്ള പാട്ടായി വന്നത്. പാടാതിരിക്കാൻ പറ്റില്ല. വേറെ ആണെങ്കിൽ സ്കെയിൽ ഇതേമാതിരി ഒരു സ്കെയിലൊന്നും അതിൽ ഉണ്ടാവില്ല. എനിക്ക് സ്വാതന്ത്ര്യത്തിൽ പാടാൻ പറ്റുന്നൊരു സ്കെയില് എൻ്റെ ശബ്ദത്തിന് മേലെ പോകുമ്പോൾ സുഖമുള്ളതും താഴെ വന്നാൽ കേൾക്കില്ല എന്നൊക്കെ കുട്ടനറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടിങ്ങനെ ആയതെന്ന് എനിക്ക് നല്ല ധൈര്യമുണ്ട്. അതായത് നമുക്കത് പാടി ശ്രമിക്കാം. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? പൊന്നു കൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാരാണ്? കുമ്പിടിൽ വിളമ്പിയ പൈമ്പാലം ഓർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. കുമ്പിടിൽ വിളമ്പിയ പൈമ്പാലം ഓർത്തു ഞാൻ
അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനന്ന് കരഞ്ഞിരുന്നു. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? കുടുംബ ചിത്രങ്ങളുടെ സംവിധായകനായ ബാലചന്ദ്ര മേനോന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു കുടുംബ ചിത്രമായിരുന്നു അച്ചുവേട്ടന്റെ വീട്. നെടുമുടി വേണു, രോഹിണി ഹത്തങ്കടി എന്നിവർ പ്രധാന വേഷം ചെയ്ത ചിത്രത്തിൽ ഒരു കുടുംബത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളും അവർ ആഗ്രഹിക്കുന്ന സൗഭാഗ്യങ്ങളും എസ് രമേശൻ നായർ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം എന്നു തുടങ്ങുന്ന വരികളിലൂടെ ആവിഷ്കരിച്ചപ്പോൾ അതിലേറെ മികവോടെ ഈണം നൽകി യേശുദാസിന്റെ ശബ്ദ സൗഭഗത്തിലൂടെ ഒരു അനുഭവപ്പെടുത്തലാക്കി വിദ്യാധരൻ മാസ്റ്റർ. നമ്മൾ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്നുള്ള പാട്ട് വളരെ പ്രശസ്തമായ പാട്ടായി. അത് എസ് രമേശൻ നായരായിട്ട് ഞാൻ ഒരു പാട്ടേ സിനിമയ്ക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 100 ചില്ലാനം പാട്ടുകൾ വേറെ അദ്ദേഹമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാട്ട് സിനിമയുടെ ജനങ്ങൾക്ക് ഭയങ്കര സ്വീകാര്യമായി. കാരണം ബാലചന്ദ്രമേനോൻ്റെ 25ാമത്തെ സിനിമയായിരുന്നു അതൊന്ന്. പിന്നെ ആ സമയത്ത് രമേശൻ നായരും ഞാനും കൂടി ഇത് കമ്പോസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് മനസ്സിൽ പോകാത്ത ഒരു ഗുരുത്വമാണത്. ഒരു ഫോൺ വന്നു. ഞങ്ങൾ കീർത്തി ലോഡ്ജിലിരിക്കുക കമ്പോസിങ്ങിന്, ഞാനും രമേശ് നായരും കൂടി. അപ്പോൾ ബാലചന്ദ്രമേനോൻ പാട്ടിൻ്റെ കാര്യം പറഞ്ഞ് അവിടുന്ന് സംസാരിച്ച് കഥയുടെ ഈ പാട്ട് വരേണ്ട സ്ഥലമൊക്കെ പറഞ്ഞ് 2 പാട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ വന്ന് പോന്നു. ഞങ്ങൾ മുറിയിൽ വന്നു. നമുക്ക് എഴുതി ചെയ്യാം അല്ലേ മാഷേ എന്നിട്ട് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ബാലചന്ദ്രമേനോൻ പറഞ്ഞു ഒരു ഫോൺ വന്നു. അപ്പോൾ രമേശ് നായർ പോയി ഓടി അത് എടുത്തു. ഹലോ, സാറേ ഞാൻ ബാലചന്ദ്രമേനോനാ. എന്താ മേനോൻ, എന്താ? നമ്മൾ 2 പാട്ട് പറഞ്ഞിരുന്നില്ലേ? ആ 2 പാട്ടിലിപ്പോൾ നാമജപമുള്ളൊരു പാട്ട് മതി. മറ്റേ പാട്ടിന് ശരിക്കും പ്ലേസ്മെൻ്റ് അങ്ങോട്ട് ശരിയായിട്ടില്ല. എനിക്ക് സിറ്റുവേഷൻ അങ്ങോട്ട് തീരുമാനമായിട്ടില്ല, മനസ്സിൽ സുഖമായിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാം, മറ്റത് പിന്നെ ആലോചിച്ച് നമുക്ക് വേറെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആൾ ഫോൺ വിളിച്ചു. അത് പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ ബഹളമുള്ള ആളാണ്. സാധാരണ എൻ്റെ ഒരു പ്രകൃതം തന്നെ ഭയങ്കര സ്പീഡാണ്. സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല സ്പീഡാണ്. അതെൻ്റെ കുറ്റമല്ല, എൻ്റെ ജന്മസിദ്ധമായിട്ട് എനിക്കുള്ളൊരു സ്വഭാവമാണ്. അപ്പോൾ ഈ 2ാമത്തെ ഫോൺ വന്നപ്പോൾ ഞാൻ ഓടിപ്പോയി എടുത്തു. അപ്പോൾ എടുത്തപ്പോൾ അതിൽ ഹലോ, ആരാ 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 ഞാൻ ദേവരാജനാ. അയ്യോ, എന്താ മാഷേ? എവിടെ മാരെ കമ്പോസിങ്ങൊക്കെ? കമ്പോസിങ് ഇപ്പോൾ തുടങ്ങാൻ പോവുക. അപ്പോൾ മേനോ 2 പാട്ട് പറഞ്ഞിരുന്നു, ഇപ്പം പറയുന്നു 1 പാട്ട് മതി എന്നാ. അതും കൂടെ വേണ്ടെന്ന് പറയാൻ മേലെ വേറെ മാഷ്. എൻ്റെ ദൈവമേ, അങ്ങനെ കഷ്ടപ്പെട്ട് പാട്ടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് മൂപ്പരെന്നോട് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ ഞെട്ടിപ്പോയി. അല്ല, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് മറക്കില്ല പറയാം. എന്നിട്ട് ഈ പാട്ടുണ്ടാക്കായിരുന്നു ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്ന് പറയുന്ന പാട്ട്. അത് രമേശ് നായർ എഴുതി ഇങ്ങനെ തന്നു. അപ്പം ഞാൻ അതിൽ നാമത്തിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവൻ ഭജി എന്നുള്ള ഒരു പോർഷൻ അതിൻ്റെ ഉള്ളിൽ നാമം ചെല്ലുന്നതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി ഞാൻ പാട്ട്. അങ്ങനെ തരണിയിലത് ദാസേട്ടൻ സ്റ്റേറ്റ് പാടുക, അവിടെ തന്നെ കോഴ്സൊക്കെ എടുത്തത്. ആ പാട്ടിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ കഥ പറയുന്ന സമയത്ത് അതിലൊരു പറയാത്തൊരു വിഷയമുണ്ട്. മേനോ പറഞ്ഞു, ആ കഥ പറയുമ്പോൾ മറന്നുപോയി. അങ്ങനെ ഒരു വിഷയം അതിൽ സത്യം പറഞ്ഞാൽ ഈ കഥയിൽ വരുന്നുണ്ട്. ആ അച്ചുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് വടക്കേ ഭാഗത്ത് കിണർ, അതിൻ്റെ ഭാഗത്തൊരു മതിലുണ്ടേ. ആ മതിലിൻ്റെ അപ്പുറം ഒരു ഹോസ്റ്റലുണ്ട്, ആൺകുട്ടികൾ മാത്രമുള്ളത്. അപ്പോൾ അവർ ഈ മതിൽ ചാടിയിട്ട് അവിടെ വെള്ളമില്ലാത്ത കാരണം ഇവിടെ അത് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുളിക്കും. അത് 3 പെൺകുട്ടികളുള്ള സ്ഥലമല്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതിനെ ചൊല്ലി ലേശം പിണക്കൊക്കെ ഉണ്ടായി അവിടെ. എന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഈ പാട്ട് എഴുതി വന്നപ്പോൾ സത്യം പറഞ്ഞ ഈ കഥയിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മുറ്റത്ത് കിണറ്റിൽ കുളിർവെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കണം, കാലികൾ കുടമണി ആട്ടുന്ന തൊഴുതിൽ കാലം വിടുമണി ചെയ്യണം.
എന്ന് പറഞ്ഞാൽ വരികൾ രമേശ് നായർ എഴുതിക്കുക. അത്ഭുതപ്പെട്ടു പോയി ഞാൻ. അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് പറയാൻ മറന്നാൽ മതി. പക്ഷേ ഇയാൾ പാട്ടെഴുതിയപ്പോൾ ഈ മനുഷ്യൻ അത് അതിൽ കൂട്ടിയിരിക്കുക. അപ്പോൾ അങ്ങനൊരു പാട്ട് എനിക്ക് ചെയ്യാൻ പറ്റി, എൻ്റെ പേരിൽ നിൽക്കുന്നു എന്നുള്ളത് നല്ല സന്തോഷം. ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ്. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, മരത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം, അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, മരത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം, മുറ്റത്ത് കിണറ്റിൽ കുളിർ വെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കേണം, കാലികൾ കുടമണിയാട്ടുന്ന തൊഴുത്തിൽ കാലം വിടുപണി ചെയ്യണം, സൗന്ദര്യം മേൽക്കൂരമേയും ഈ വീട്ടിൽ സൗഭാഗ്യം പിച്ച വെച്ച് നടക്കേണം, സൗന്ദര്യം മേൽക്കൂരമേയും ഈ വീട്ടിൽ സൗഭാഗ്യം പിച്ച വെച്ച് നടക്കേണം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ചന്ദനം മണക്കും പൂന്തോട്ടം. സിബി മലയാളിൻ്റെ ഒരു പടം AK ലോഹിദാസിൻ്റെ സിനിമയായിട്ട് ഓയിനുസാറായിട്ട് പിന്നെ ചെയ്ത എഴുതാപ്പുറമുള്ള സിനിമയാണ്. അപ്പോൾ അതിൽ 2 പാട്ടുകൾക്കാണ് അവസരമുള്ളത്. അപ്പോൾ ലോഹി പറഞ്ഞു, നമുക്കൊരു ലല്ലബി വേണം, ചിത്രം കൊണ്ട് പാടിക്കാം. അത് താരോളം പെയ്ത താരം എന്നുള്ള പാട്ട് ചിത്രയ്ക്ക് അവാർഡ് കിട്ടില്ല. പിന്നെ വേറെ ഒരു പാട്ടുള്ളത്, നമുക്കൊരു ട്യൂൺ ഉണ്ടാക്കണം, ഒരു കവിതയാണ്. കവിത എഴുതുമ്പോൾ കവിതയ്ക്ക് അനുസരിച്ചുള്ള ഈണം എന്ന് പറയുമ്പോൾ വലിയ ഗൗരവമായ ഓർക്കസ്ട്ര ഒന്നും വേണ്ടല്ലോ. കവിത പാടുന്നതിൻ്റെ ഒരു ശീലം, അതിൻ്റെ ഒരു രസം വേറെ അല്ലേ. അങ്ങനെ ഒരു സാധനം ട്യൂൺ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോഹിയോട് പറഞ്ഞ് ട്യൂൺ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂൺ ഉണ്ടാക്കി കൊടുത്തു. ഓയിൻറ്റി സാറിന് കാസറ്റ് പിടിച്ച് കൊണ്ടുകൊടുത്തു. അപ്പോൾ അത് അതിഗംഭീരമായിട്ട് അത് എഴുതി കഴിഞ്ഞു. ട്യൂണിന് ഉണ്ടാക്കിയ പാട്ടാന്ന് ഒരാൾക്ക് അറിയൂല. അപ്പോൾ ഞാനത് ലാ 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 ലീ ലാ 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 ലീ ലാ ലീ ലാ 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 ലാ. അത് ഓയിൻറ്റി സാറ് കൊണ്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ എഴുതി കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ ട്യൂണായിട്ട് ഒത്തു നോക്കി. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു രാഗം ശ്രുതി താളം എന്നോർക്കാതെ ഞാനാ വീണയിൽ പൊന്നിഴ പാകി മീട്ടിടുന്നു. ഒരു അക്ഷരം മാറ്റാനോ കുറയ്ക്കാനോ കൂട്ടാനോ ഇല്ല. മകരസംക്രമ സന്ധ്യയിൽ മകരദീപ ജ്യോതിശ്രീ തിരുവാഭരണം ചാത്തി നിൻ ദർശനമേകണം. ശരണമയ്യപ്പ സ്വാമി
ശരണമയ്യപ്പ ഭക്തവത്സലനെ സ്വാമി ശരണമയ്യപ്പ മകര സംക്രമ സന്ധ്യയിൽ മകരദീപ ജ്യോതിസിൽ തിരുവാഭരണം ചാർത്തിയ നിൻ ദർശനമേളം. കുടപ്പനൊന്ന് ഹരി എഴുതി ദാസേട്ടന് വേണ്ടി ചെയ്ത ബോഡി സെവൻ അയ്യപ്പനത്തെ ഒരു പാട്ടത്. കാട്ടിൽ വന്നു ഞാൻ കൂട്ടുവിളിച്ചു കൂട്ടിനു നീ വന്നു ജീവിതമാം കൊടും കാട് കടക്കാൻ കൂട്ടിനു നീ വന്നു അയ്യപ്പ കൂട്ടിനു നീ വന്നു. കാട്ടിൽ വന്നു ഞാൻ കൂട്ടുവിളിച്ചു കൂട്ടിനു നീ വന്നു. ഒക്കെ സൂപ്പർ ഹിറ്റ് പാട്ടുകളൊക്കെ ബോളി സെവൻ എല്ലാ പാട്ടും ഹിറ്റ്. അഴകനന്ദ തീരം അരുണസന്ധ്യാനേരം പൗർണമി പോലെ തെളിയുവതാരോ താപസ കന്യകയോ ഒരാകയോ അഴകനന്ദ തീരം അരുണസന്ധ്യാനേരം പൗർണമി പോലെ തെളിയുവതാരോ താപസ കന്യകയോ ഒരാത്മകന്യകയോ. ഇത് ജയകുമാർ സാർ എഴുതി ചിത്ര പാടിയിട്ടുള്ള ദൂരദർശന് വേണ്ടി ചെയ്താ. നമ്മുടെ പാട്ടുകാരികൾ മുഴുവൻ പാടി സ്റ്റേറ്റ് ഫസ്റ്റ് മേടിച്ചിട്ടുള്ള പാട്ടാണ്. ഒരുപാട് കാലമായിട്ട് നമ്മുടെ പാട്ടിൽ കുറേശ്ശെ ബുദ്ധിമുട്ടുണ്ടാവും പാടാനേ, പക്ഷെ പഠിച്ചെടുത്താൽ സുഖമാണ്, അസലായിട്ട് പാടാം. പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് വേറെ എടുക്കുക. മോശമായിട്ടല്ല കേട്ടോ, അങ്ങനെയുണ്ട്. നല്ല പാട്ടുകളാന്ന് പറഞ്ഞാൽ ഒഴിയും, എല്ലാ പാട്ടുകളും അങ്ങനെയാണ്, ഒരു രക്ഷയില്ല. യൂസഫ് അലി കേച്ചേരിയോടൊപ്പം ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങൾ ശ്രദ്ധേയമാക്കിയ വിദ്യാധരൻ മാഷ് തരംഗിണിക്ക് വേണ്ടി ചെയ്ത റൊമാൻറ്റിക് ഗാനങ്ങൾ എക്കാലത്തും ആരെയും ആകർഷിക്കുന്നതാണ്. യേശുദാസ് പാടിയ അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു എന്ന ഗാനവും നിന്മേനി നെന്മേനി വാഗപ്പൂവോ നിൻമുഖം നാൻമുഖ കൈവിരുതോ തുടങ്ങി ആൽബത്തിലെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മികവുറ്റതും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. എൻ്റെ വീട്ടിൽ സംഗീതം എന്ന് പറയുന്നത് സംഗീതം തന്നെയാണ് ജീവിതം. എൻ്റെ നേരെ താഴെയുള്ള ഏറ്റവും ആറാമത്തെ ഒരു അനിയുണ്ട്, നടേശ് ശങ്കർ. അസലായിട്ട് പാട്ടുണ്ടാക്കും, നന്നായി പാടും. 1000-ത്തിലാനും പാട്ട് ദാസേട്ടൻ തന്നെ പാടിയിട്ടുള്ളതാണ്. അത് ട്രാക്കേ പല സംഗീത സംവിധായകന്മാരും ട്രാക്ക് പാടിയിട്ടുണ്ടാവും. അവൻ പാട്ടുണ്ടാക്കും, സിനിമ പാട്ടുണ്ടാക്കിയിട്ട് യൂസഫ് അലി കച്ചേരിയായിട്ടുള്ള 4-5 പാട്ട് സൂപ്പർ ഹിറ്റാണ് സിനിമയുടെ. അതേപോലെ കുറേ ആൽബങ്ങൾ ഗിരീഷ് മുത്തുച്ചേരിയൊക്കെ ആയിട്ടുള്ള ആൽബങ്ങൾ കുറേ വർക്ക് ചെയ്തത്. എനിക്ക് പറയാനുള്ളത് മക്കളെക്കാൾ ഉപരി എൻ്റെ ഏറ്റവും താഴെയുള്ള അനിയനാണ്, മകനെ പോലുള്ളൊരു അയാൾ ഒരു 10-25 വയസ്സിന് താഴെയാണ്. അപ്പോൾ ആളിപ്പോൾ ഈ രംഗത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മകൻ്റെ കൊച്ച് 10ാം ക്ലാസ്സിലേക്കായി, ആൺകുട്ടി. എനിക്ക് 2 മക്കളാണ്, ഒരു മകളും മകനും. മകൾക്ക് 2 പെൺകുട്ടികളാണ്. അതിലത്തെ 2 പെൺകുട്ടികളും പാടും. താഴെയുള്ളവൾ +2 കഴിച്ചു, മറ്റുള്ള കമ്പ്യൂട്ടർ സയൻസ് കഴിയാമോ. അവൾ നന്നായിട്ട് പാടും, അത് 2ാമത്തെ +2കാരി. അവൾ നല്ല ത്രോ ഉള്ള വോയിസാണ് വന്നത്. ഞാൻ ഒരു 1-2 ആൽബത്തിൽ പാടിച്ചു. പിന്നെ മകൻ്റെ കൊച്ച് ആൺകുട്ടി 10ൽ പഠിക്കുന്ന സ്ഥലമായിട്ട് പാടുന്നുണ്ട്. താഴെയുള്ള പെൺകുട്ടിയും കുറേശ്ശെ പാടുന്നുണ്ട്. അവർക്കാണ് ഈ കാര്യമുള്ളത്. മക്കൾക്ക് മകൻ എന്ന് പറയുന്ന ആൾ കുറച്ച് മൃദംഗമായി പഠിച്ചതാണ്, മൃദംഗിസ്റ്റായിട്ട് കുറച്ച് ഈ പ്രോഗ്രാമിന് ഈ ഗാനമേളകൾക്കൊക്കെ പാഡൊക്കെ വായിക്കാൻ പോയിട്ട് കുറേ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോൾ മൃദംഗം പഠിപ്പിക്കാൻ പറ്റും. അതും കുറച്ച് ജയകൃഷ്ണൻ്റെ അടുത്ത് പഠിച്ചു, ഓണത്തിൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു ആ ഒരു സാറും കാരണം ഞാൻ അവനെ കുറേ കൊല്ലം 27-28 കൊല്ലമായിട്ടുണ്ടാവും പുറത്താണ്. മൃദംഗിസ്റ്റായിട്ടാണ് ശരിക്കും പോയത് ഒരു ഭജനയ്ക്ക് പഠിക്കാൻ മസ്കറ്റ്. അത് പിന്നെ അവൻ പഠിച്ച് ഉണ്ടാക്കിയ ഒരുപാട് അവൻ്റെ മേഖലയിലെ ഏറ്റവും വലിയ നിലവാരത്തിൽ ആൾ, നല്ല ജോലി, നല്ല സ്ഥലത്ത് അബുദാബിയിലാണ് പോകും. അവനൊരു മകനും മകളും. മകൾക്ക് 2 പെൺകുട്ടികൾ, മൂത്തത് ദേവി, മറ്റത് ദേവദത്ത.
ഇത് ആൺകുട്ടികൾ, മകൻ്റെ കുട്ടികൾ കൃഷ്ണജിത്ത് ആൺകുട്ടി, കൃതിക പെൺകുട്ടി. എൻ്റെ ഭാര്യ ലീല, മകളുടെ പേര് സംഗീത, മകൻ്റെ പേര് സജിത്ത്. ഞാനും എൻ്റെ ഭാര്യയും മരുമകളുടെ പേര് അനില. അത് മരട്ടാണ് അവളുടെ വീട്. അവൾ എംകോം വീടാണ്. അവളും 2 പെൺകുട്ടികളും 2 കുട്ടികളും അമ്മയും വീട്ടിലുണ്ട്. ഞാൻ എപ്പോഴും ദേശാടനായതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ചെല്ലാന്നല്ലാണ്ട് കൂടുതലും അവിടെ പോകാറില്ല. പിന്നെ തൃശ്ശൂർ വീടുണ്ട്. ഇപ്പോൾ തിരുവമ്പാടിയിൽ ഒരു ഫ്ലാറ്റ് എടുത്തു. അപ്പോൾ തൃശ്ശൂരിലുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ സ്റ്റുഡിയോ ഇവിടെ ആയതുകൊണ്ട് അവിടെ മോളിൽ താമസിക്കാം. അവിടേക്ക് 14 കിലോമീറ്റർ വീട്ടിലേക്ക് ആറാട്ടിയാണല്ലോ. എന്നിരുന്നാലും സുഖമായിട്ട് ഇങ്ങനെ പോകണം. എല്ലാവരും സഹായിക്കുക, എല്ലാവർക്കും വേണ്ടുന്ന കാര്യം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാം 7 മക്കളിൽ മൂത്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞല്ലോ. പിന്നെ 3 ആൾ 4 ആണ് എൻ്റെ താഴെയുണ്ട്, 2 പെണ്ണുണ്ട്. മൂത്തതും താഴെയും 2 ആളും കല്യാണം കഴിച്ച്, ഒരാൾക്ക് 2 മക്കൾ, ഒരാൾക്ക് 1 കൊച്ച്. അവരൊക്കെ നല്ല സെറ്റപ്പിലായിട്ടുണ്ട്, താമസിക്കുന്നു, സുഖമായിട്ട് ജീവിക്കണം. എല്ലാവരും കാര്യം നമ്മളിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ആ ഉത്തരവാദിത്തം നല്ലോണമുള്ള ആളാണ്. കുടുംബമില്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ നോക്കല്ല, നമ്മളിവിടെ ആരും അല്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ആളാണ് ഞാൻ. നമ്മളെക്കാൾ ഏറ്റവും വലിയ ആൾക്കാർ ഏതൊരാൾ നമ്മളെക്കാൾ വലിയ ആളാണെന്ന് വിചാരിച്ചാൽ മതി. ദാരിദ്ര്യമില്ലാണ്ടൊക്കെ ജീവിച്ചു പോകും. എൻ്റെ കണ്ടുപിടുത്തം അത്. ഞാൻ ജീവിച്ച് പോകുന്ന വഴിയതാണ്. ഇന്നും അങ്ങനെയാണ്. ഇത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടണ്ടേന്നുള്ള ധാരണയുള്ള ആളല്ല. പാട്ടുകാരൻ ആകാൻ കൊതിച്ച് ചലച്ചിത്ര രംഗത്തെത്തി സംഗീത സംവിധായകൻ എന്ന നിലയിൽ സ്ഥാനം ഉറപ്പിച്ച വിദ്യാധരൻ മാസ്റ്റർ നാടൻ പാട്ടിന്റെ ശൈലിയിലുള്ള ഒട്ടേറെ പാട്ടുകളും കഥാപാത്രത്തിന്റെ പ്രത്യേകത അനുസരിച്ചുള്ള പാട്ടുകളും ചലച്ചിത്രങ്ങൾക്കു വേണ്ടി പാടിയിട്ടുണ്ട്. ഏറെ അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം, ഇത്രയേറെ തനിമയുള്ള ഒരു സംഗീത സംവിധായകന് ഒരു സംസ്ഥാന പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് ഗായകൻ എന്ന നിലയ്ക്കാണ്. ദൂരദർശൻ പ്രേക്ഷകർക്കും കാണികൾക്കും എൻ്റെ ഏറ്റവും മനസ്സ് നിറഞ്ഞ ആശംസകൾ. ദൂരദർശൻ്റെ സ്റ്റാഫിനും നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുക, ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാൻ കഴിയട്ടെ, നല്ല മനസ്സോടെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്. ദേവരാജൻ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമികൾ, കെ രാഘവൻ മാഷ്, MK അർജുനൻ മാഷ് തുടങ്ങി മലയാള തനിമ ഏറെയുള്ള മലയാള സംഗീത സംവിധായകരുടെ പിന്മുറക്കാരിൽ ഏറെ ശ്രദ്ധേയനായ വിദ്യാധരൻ മാസ്റ്റർ 80-ാം വയസ്സിലും പാട്ടുകൾക്ക് ഈണം നൽകിയും പാടിയും സാംസ്കാരിക പരിപാടികളിൽ സജീവമായി പങ്കെടുത്തും തന്റെ ജീവിതയാത്ര ധന്യമാക്കുകയാണ്.